കേണൽ സോഫിയ ഖുറേഷിയുമായി ബന്ധപ്പെട്ട് അവരെ ആക്ഷേപിക്കും വിധത്തിലേക്കൊക്കെ വന്നിട്ടുള്ള പരാമർശങ്ങളെക്കുറിച്ചാണ് എം പി അവിടെ സംസാരിച്ചത് മന്ത്രിയുടെയൊക്കെ ഭാഗത്ത് നിന്ന്. അതെ, തികച്ചും അപലപനീയമാണ്. അതുപോലെ തന്നെയാണ് ഫോറിൻ സെക്രട്ടറി വിക്രം മിശ്രിക്കും അദ്ദേഹത്തിന്റെ മകൾക്കെതിരെ ഉണ്ടായ ആക്രമണങ്ങൾ. ഇതെല്ലാം നമ്മുടെ രാജ്യത്ത് രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു വാർ ഹിസ്റ്റീരിയ സൃഷ്ടിച്ചു എന്നതാണ് അതിന്റെ കാരണം. ഇപ്പോൾ ബീഹാറിലെ മന്ത്രി പറഞ്ഞത് യാതൊരു വിധത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല. ഇന്ത്യയിലെ മുസ്ലിം സമുദായം അഭിമാനത്തോടുകൂടി ഞങ്ങൾ ഇന്ത്യക്കാരാണ്, ഇന്ത്യയോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്നവരെയാണ്. അപ്പോൾ അവരെ മൊത്തത്തിൽ അപമാനിക്കുന്ന തരത്തിലായിരുന്നു ഈ മന്ത്രിയുടെ പ്രസ്താവന. ആലോചിച്ചതാണ് താങ്കളുടെ തന്നെ സുഹൃത്തായിട്ടുള്ള വിദേശകാര്യ സെക്രട്ടറി നേരിട്ടൊരു അധിക്ഷേപം എത്ര ക്രൂരമായിരുന്നു അദ്ദേഹത്തിൻ്റെ മകൾക്ക് നേരെ. ഇപ്പോൾ സാന്ദർഭികമായി താങ്കളത് സൂചിപ്പിച്ചു. ഞാനത് ശ്രദ്ധിച്ചത് അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ പോലും എത്തിയില്ല എന്നുള്ളതാണ്. ഇന്നലെ നോക്കൂ, ഇന്നലെ വക്താവ് രൺധീർ ജയ്സ്വാളാണ് എത്തിയത്. വിദേശകാര്യ സെക്രട്ടറിയെ മാറി നിന്നതാണോ മാറ്റി നിർത്തിയതാണോ അറിയില്ല. പക്ഷേ അത് ഒട്ടും നമ്മളൊക്കെ കാണുമ്പോൾ അതൊട്ടും സുഖകരമായൊരു കാര്യമായിരുന്നില്ല. അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ തുടക്കം മുതൽ ഇക്കാര്യങ്ങൾ രാജ്യത്തോട് വിശദീകരിച്ചുകൊണ്ടിരുന്ന ആ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന് നേരെ ഇത്ര വലിയൊരു ഹേറ്റ് ക്യാമ്പയിൻ ഉണ്ടാകുന്നു, സൈബർ അറ്റാക്ക് ഉണ്ടാകുന്നു. അതിനുശേഷം അദ്ദേഹം അടുത്ത ദിവസം വാർത്താ സമ്മേളനത്തിൽ ജനങ്ങളോട് വിശദീകരിക്കാനോ മാധ്യമങ്ങളോട് വിശദീകരിക്കാനോ അദ്ദേഹത്തെ കാണാനുമില്ല. അതിന്റെ കാരണം ഈ സോഷ്യൽ മീഡിയ അറ്റാക്സ് ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സാധാരണ എക്സ്റ്റേണൽ അഫയേഴ്സ് അല്ല, അങ്ങനെ ആരെങ്കിലും ധരിച്ചാൽ അവരെ കുറ്റം പറയാനും പറ്റില്ലല്ലോ അല്ലേ? അങ്ങനെ ആരെങ്കിലും ധരിച്ചാൽ അവരെയും കുറ്റം പറയാൻ കഴിയില്ലല്ലോ. ഇല്ല, അദ്ദേഹം ഒരു പ്രൊഫഷണൽ ഡിപ്ലോമാറ്റ് ആണ്. അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിൽ അദ്ദേഹം പിന്നോട്ട് പോകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു സോഷ്യൽ മീഡിയ അറ്റാക്ക് കാരണം അദ്ദേഹം പിന്തിരിക്കപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇന്നലത്തെ ബ്രീഫിംഗ് ജോയിന്റ് സെക്രട്ടറി ലെവലിൽ നടത്തിയാൽ മതി എന്നൊരു തീരുമാനം ഗവൺമെന്റ് എടുത്തു കാണും. ഇവിടെ ഈ വിക്രം മിശ്രയെ ആക്രമിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം ഒരു പ്രൊഫഷണൽ സിവിൽ സർവന്റ് ആണ്, പ്രൊഫഷണൽ ഡിപ്ലോമാറ്റ് ആണ്. തീരുമാനങ്ങൾ എടുക്കുന്നത് പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമാണ്. അവരുടെ തീരുമാനങ്ങൾ ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുക, വേണ്ട വിശദീകരണങ്ങൾ നൽകുക എന്നതാണ് അദ്ദേഹത്തിന്റെ ചുമതല. അപ്പോൾ ഈ സീസ് ഫയറിന് വേണ്ടിയുള്ള തീരുമാനം ഏറ്റവും ഉന്നത തലത്തിൽ പ്രധാനമന്ത്രിയുടെ അപ്രൂവലോടുകൂടി മാത്രമേ എടുത്തു കാണാൻ സാധ്യതയുള്ളൂ. അതിന്റെ ഉത്തരവാദിത്വം പ്രധാനമന്ത്രിക്കാണ്. അപ്പോൾ എന്ത് കാരണം കൊണ്ടാണ് ആ സീസ് ഫയർ എടുത്തത് എന്ന് വിശദീകരിക്കേണ്ടതും ഏറ്റവും ഉന്നത തലങ്ങളിൽ ഗവൺമെന്റിൽ നിന്നുമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിക്കാൻ വന്ന മറ്റൊരു കാര്യം, ഈ അഥവാ ന്യൂക്ലിയർ കാരണങ്ങളാൽ അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയർ എക്സ്പ്ലോഷന്റെ റിസ്ക് ഉണ്ടാകും എന്നുള്ള കാരണം കൊണ്ടാണ് നമ്മൾ സീസ് ഫയർ പ്രഖ്യാപിച്ചെങ്കിൽ അതിനുശേഷം നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ഒരു പുതിയ ഡോക്ട്രിൻ, ഇന്ത്യയിൽ ഇനി ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായാൽ ഉടനെ നമ്മൾ തിരിച്ചടിക്കും, ടെററിസം ഗവൺമെന്റും തമ്മിൽ ഒരു വ്യത്യാസം ഉള്ളതായി നമ്മൾ കാണുന്നില്ല. ഈ ഒരു പോയിന്റ് ഒരു 3 പോയിന്റ് ഉണ്ടായിരുന്നത്, ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നമ്മൾ ഏത് സമയത്തും വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് പ്രവേശിക്കാം എന്നുള്ളതാണ്. പാകിസ്ഥാന്റെ ഗവൺമെന്റിന്റെ അറിവോടുകൂടിയോ അറിവില്ലാതെയോ ഏതെങ്കിലും ഒരു ടെററിസ്റ്റ് എന്തെങ്കിലും ചെയ്താൽ ഉടനെ ഇന്ത്യ യുദ്ധത്തിന് പോകും എന്ന് നമ്മൾ പരസ്യമായി ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. അതുപോലെ പാകിസ്ഥാൻ എന്ന് പറയുന്നതും ഒരു മോണോലിത്ത് അല്ല, എല്ലാവരും ഒരുപോലെ ചിന്തിക്കുന്ന ആൾക്കാരല്ല. അപ്പോൾ പാകിസ്ഥാനുള്ളിൽ ആർമി സിവിലിയൻ ഗവൺമെന്റിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ആർമിക്കുള്ളിലെ ഏതെങ്കിലും റെബൽ കമാൻഡറോ എന്തെങ്കിലും ചെയ്താൽ വീണ്ടും നമ്മളൊരു യുദ്ധം തുടങ്ങാൻ വേണ്ടി ഇപ്പോൾ ഈ പരസ്യ പ്രഖ്യാപനത്തിലൂടെ ബാധ്യസ്ഥരായി വന്നിരിക്കുകയാണ്. അത് ഈ ഒരു ന്യൂക്ലിയർ കോണ്ടെക്സ്റ്റിൽ വളരെ അപകടകരമാണ്. നാളെ ഇത്തവണ സംഭവിച്ചു എന്ന് ചിലര് ഊഹാപോഹങ്ങൾ നടത്തുന്നത് പോലെ നാളെ വീണ്ടും ഒരു ആക്രമണത്തിൽ പാകിസ്ഥാന്റെ ഒരു ന്യൂക്ലിയർ സൈറ്റ് ആക്രമിക്കപ്പെട്ടാൽ അതിന്റെ അപകടം ഇന്ത്യക്കും പാകിസ്ഥാനും രണ്ടുപേർക്കും ഒരുപോലെയാണ്. ഈ മൊത്തം റീജിയനിൽ ജീവിക്കുന്ന ആൾക്കാരുടെ ഒരുപോലെയാണ്. ഒരു ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ ഉണ്ടായാൽ അത് എങ്ങനെ കണ്ടെയ്ൻ ചെയ്യാൻ സാധിക്കും, അതിന്റെ ഇഫക്ട്സ് എവിടെയെല്ലാം ചെന്ന് പതിക്കും എന്നൊന്നും ആർക്കും പ്രവചിക്കാൻ സാധിക്കില്ല. ഒരു ന്യൂക്ലിയർ ഇൻസിഡന്റ്
അത് ആക്സിഡന്റ് ആണെങ്കിലും മനഃപൂർവ്വം മിസൈൽസും ബോംബ്സും ഉപയോഗിച്ച് ഉണ്ടാകുന്നതാണെങ്കിലും ഈ ലോകത്തെ എല്ലാ രാജ്യങ്ങളും ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നതാണ്. അവിടെയാണ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങൾക്കും സംഘടനകൾക്കും ഇടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഉദിക്കുന്നത്. ഞാൻ താങ്കളിലേക്ക് വരുമ്പോൾ നേരത്തെ നമ്മൾ സംസാരിച്ചാണ് കേണൽ സോഫിയ ഖുറേഷിയുടെ കാര്യം. അവരെ ഏറ്റവും മോശമായി അല്ലെങ്കിൽ അവരെ അധിക്ഷേപിക്കും വിധത്തിലേക്ക് BJP നേതൃത്വത്തിൽ നിന്ന് തന്നെ ആളുകൾ, മധ്യപ്രദേശിലൊരു മന്ത്രി തന്നെ സംസാരിക്കുന്നു. വളരെ ശക്തമായ നടപടി ഉണ്ടാകണം, ആ മന്ത്രിയെ പുറത്താക്കണം എന്ന് ജോൺ ബ്രിട്ടാസ് MP ആവശ്യപ്പെട്ടതും നമ്മൾ ഈ വാർത്തയുടെ പശ്ചാത്തലത്തിൽ കണ്ടു. നോക്കൂ, ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് കേണൽ സോഫിയ ഖുറേഷി ആദ്യ ദിവസമൊക്കെ അത് വിശദീകരിക്കാൻ, മാധ്യമങ്ങളോട് വിശദീകരിക്കാൻ വന്നപ്പോൾ എല്ലാവരും എത്ര ശക്തമായി, ഏറ്റവും എനിക്ക് തോന്നുന്നു സംഘപരിവാറാണത് വലിയ തോതിൽ വലിയൊരു പ്രചാരണ ആയുധം പോലെ അത് മുന്നോട്ട് കൊണ്ടുപോയത്. അതിനുശേഷം എത്ര ഹീനമായിട്ടാണ്, നേരത്തെ വിക്രം മിശ്രി വിദേശകാര്യ സെക്രട്ടറിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ അവർക്കെതിരെയും അദ്ദേഹത്തിന് നേരെയും അദ്ദേഹത്തിൻ്റെ മകൾക്ക് നേരെയും നടന്നതുപോലുള്ള ഹീനമായ സൈബർ ആക്രമണം, അതുപോലെ തന്നെ വെർബൽ അബ്യൂസ്, എത്ര മോശപ്പെട്ട നിലയിലാണ് ആ കേണൽ സോഫിയ ഖുറേഷിക്ക് നേരെ ഉണ്ടായത്. ഈ ഘട്ടത്തിൽ പോലും അവർക്ക് ഈ രാജ്യത്തോട് ഇനി നമ്മൾ കാണാൻ പോകുന്ന വിധത്തിലൊക്കെ പറയേണ്ടി വരുന്നു, അവരെക്കുറിച്ച് അവർക്ക് സ്വയം പറയേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ രാജ്യം പലതും ആലോചിക്കണം എന്ന് തന്നെ അതേക്കുറിച്ച് പറയാനുള്ളൂ. ശ്രീ വേണു രാജാമണി, എത്രമാത്രം വേദനാജനകമാണ് ഇങ്ങനെ സ്വയം പറയേണ്ടി വരുന്നു ഈ രാജ്യത്തെ, ഇന്ത്യ പോലൊരു വലിയ മതനിരപേക്ഷ മതേതര രാജ്യത്ത് ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ മുൻപന്തിയിൽ നിന്ന് അതിനെ നയിച്ച ധീര വനിതയായി രാജ്യം ബഹുമാനിക്കുന്ന കേണൽ സോഫിയ ഖുറേഷിക്ക് തന്നെ പറയേണ്ടി വരികയാണ്, ഞാൻ മുസൽമാനാണ്, മുസ്ലിമാണ്, പക്ഷേ തീവ്രവാദിയല്ല, ഞാൻ പാകിസ്ഥാനിയല്ല എന്ന് പറയുന്നത് ആരാണ്? എത്രമാത്രം വേദന തോന്നുന്ന ഒരു അനുഭവമാണ് സത്യത്തിൽ ഈ കാലത്ത് നമ്മളെയൊക്കെ സംബന്ധിച്ചത്. തീർച്ചയായും തികച്ചും ഖേദകരമാണ്, തികച്ചും അപമാനകരമാണ്, അപലപനീയമാണ്. ഈ പെഹൽഗാമിലെ ആ ഒരു ടെററിസ്റ്റ് ഇൻസിഡന്റ് ഉണ്ടായപ്പോൾ നമ്മൾ കണ്ടത് കശ്മീർ ജനത ഒറ്റക്കെട്ടായി നിന്ന് ആ ടെററിസ്റ്റ് ഇൻസിഡന്റിനെ കണ്ടം ചെയ്യുകയും അവിടെ വിക്ടിംസ് ആയ ആൾക്കാരുടെ കുടുംബങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സഹായം എത്തിച്ചത് കശ്മീരിലെ മുസ്ലിംസ് ആണ്. അതുപോലെ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഉണ്ടായപ്പോഴും ഇന്ത്യ ഒറ്റക്കെട്ടായി ജാതി മത വ്യത്യാസങ്ങൾ ഒന്നും നോക്കാതെ, പ്രാദേശിക വ്യത്യാസങ്ങൾ നോക്കാതെ, രാഷ്ട്രീയ വിശ്വാസങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് രാജ്യം ഒറ്റക്കെട്ടായി നമ്മുടെ സേനയുടെ പിന്നിൽ, ഗവൺമെന്റിന്റെ പിന്നിൽ അണിനിരക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ആ ഒരു ഐക്യത്തിന് തട്ടുന്ന ഏറ്റവും വലിയൊരു കോട്ടമാണ് ഇതുപോലെ കേണൽ സോഫിയ ഖുറേഷിയെയും അവരെ പോലുള്ള ഇന്ത്യൻ മുസ്ലിം സമൂഹത്തെയും പാകിസ്ഥാന്റെ അനുയായികളായിട്ടോ പാകിസ്ഥാന്റെ ബന്ധുക്കളായിട്ടോ എല്ലാം കാണുക എന്നുള്ളത്. അവരെല്ലാവരും അഭിമാനമുള്ള ഇന്ത്യക്കാരാണ്, എന്നും ഇന്ത്യക്കാരെ നിലനിൽക്കും. അവരുടെ പൂർവികന്മാർ പാകിസ്ഥാനിൽ പോകാതെ മനഃപൂർവ്വം ഇന്ത്യയിൽ നിൽക്കാനായി ഒരു തീരുമാനം എടുത്തവരാണ്. അവരെ നമ്മൾ എന്നും അഭിമാനത്തോടു കൂടി നോക്കണം, സ്നേഹത്തോടു കൂടി നോക്കണം, നമ്മുടെ അടുത്ത് പിടിച്ചു നിർത്തണം എല്ലാ കാര്യങ്ങൾക്കും. നിശ്ചയമായും താങ്കൾ പറഞ്ഞ പോലെ രാജ്യത്തെ സംഘപരിവാറുകാർക്ക് അവരുടെ തീവ്ര വർഗീയ ചിന്താഗതിക്ക് ഇട്ട് പന്ത് തട്ടാനുള്ളതല്ല ഇവരെ പോലെയുള്ള ധീര വനിതകൾ, നമ്മുടെ സൈന്യം, നമ്മുടെ ഈ പോരാട്ടത്തെ മുന്നിൽ നിന്ന് നയിച്ച ഇവരൊക്കെയും. അത് പൂർണ്ണമായ പിന്തുണ, വളരെ ശക്തമായ പിന്തുണ, അവർക്കൊപ്പമാണ് ഈ രാജ്യം നിൽക്കുന്നത്. അല്ലാതെ ഇങ്ങനെ അപരമത വിദ്വേഷം വിളമ്പുന്ന ഹീനമായ മത തീവ്ര വർഗീയതയുടെ മാത്രം തലച്ചോറുമായി ജീവിക്കുന്ന മനുഷ്യരുടെ ഇത്തരം ഭ്രാന്തൻ വാക്കുകൾക്കൊപ്പമല്ല നാട് എന്ന് പറയേണ്ട സമയം കൂടിയാണ് എന്നത് ഓർമ്മിപ്പിച്ചും ആവർത്തിച്ചത് പറഞ്ഞും കൊണ്ട് തന്നെയാണ് നമ്മളൊക്കെയും ഈ സാഹചര്യത്തെ നേരിടേണ്ടത് എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഞാൻ ഒരു കാര്യം കൂടി ശ്രീ വേണു രാജാമണി, ഇതെല്ലാം കഴിഞ്ഞ് ഇനി മുന്നോട്ട് എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നമ്മുടെ ഡിപ്ലോമാറ്റിക് ടേബിളിൽ നമ്മൾക്ക് വളരെ സ്പെസിഫിക്കായി വളരെ ആധികാരികമായ ഒരു മേധാവിത്വം ഈ ഭീകരതയ്ക്കെതിരായി നേടിയെടുക്കാൻ കഴിയണമെങ്കിൽ സൈന്യം തന്ന ഈ ഒരു അഡ്വാൻറ്റേജിൽ, മുൻതൂക്കത്തിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ഇന്നലെ വാർത്താസമ്മേളനത്തിൽ ഈ പറഞ്ഞ പോലെ ജയ്സ്വാൾ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. താങ്കളുടെ ഒരു കാഴ്ചപ്പാടിൽ ഇനി അങ്ങോട്ട് നമ്മൾ 1, 2, 3 എന്ന മട്ടിൽ സിസ്റ്റമാറ്റിക്കായി ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? ഒന്നുകൂടെ ഒന്ന് ആവർത്തിക്കാമോ? അതായത് സാർ, ഡിപ്ലോമാറ്റിക് ആയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണോ? യെസ്, എക്സാക്ട്ലി. ഇനി നമ്മൾക്ക് അക്കാര്യങ്ങളിൽ അതാണല്ലോ ഏറ്റവും പ്രധാനം. അപ്പോൾ അതിലെന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതും ചെയ്യേണ്ടതുമായ കാര്യങ്ങൾ? ഇനി ഇന്ത്യക്ക് ഏറ്റവും വലിയ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സീസ് ഫയർ കൺസോളിഡേറ്റ് ചെയ്യുക, അത് ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. നമുക്ക്
സന്തോഷം നൽകുന്ന വാർത്ത വന്നിരിക്കുന്നത് DGMOയുടെ ചർച്ചകളിൽ ഇരുവശങ്ങളും LOCയിൽ നിന്നും സൈന്യങ്ങളെ പിന്മാറ്റാനായിട്ടുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു ചർച്ച എങ്കിലും തുടങ്ങിയിട്ടുണ്ട്. അത് തുടരും എന്നുള്ളതാണ്. പാകിസ്ഥാനിൽ നിന്നും വന്നിട്ടുള്ള ചില സ്റ്റേറ്റ്മെന്റ്സ്, അവരുടെ ഫോറിൻ മിനിസ്റ്ററിന്റെ തന്നെ സ്റ്റേറ്റ്മെന്റ് CNN നൽകിയ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ ഈ സീസ് ഫയർ നിലനിർത്താൻ ആഗ്രഹിക്കുന്നു, ഇവിടെ റീജിയണൽ സ്റ്റെബിലിറ്റി വളർത്തുവാനാണ് പാകിസ്ഥാന്റെ ലക്ഷ്യം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ ഇത് രണ്ടും വളരെ നല്ല വാർത്തയാണ്. എന്നാൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത്, ഇന്ത്യൻ ഗവൺമെന്റ് പ്രധാനമന്ത്രിയിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂർ ഇപ്പോഴും തുടരുന്നുണ്ട്. നമ്മൾ അവരെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു വ്യത്യാസം നമ്മൾ കണ്ടാലേ, ഒരു ഭീകര സംഭവമോ അല്ലെങ്കിൽ LOCയിൽ അവരുടെ ഒരു ആക്രമണമോ എന്തെങ്കിലും കണ്ടാൽ നമ്മൾ ഉടനെ തിരിച്ചടിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ സ്ഥാപിച്ചിരിക്കുന്നത് വളരെ ഫ്രെജൈൽ ആയിട്ടുള്ള ഒരു പീസാണ്. ഈ സീസ് ഫയർ ഒരു തുടക്കം മാത്രമാണ്. അപ്പൊ അത് കൺസോളിഡേറ്റ് ചെയ്ത് ശക്തിപ്പെടുത്തുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ പാകിസ്ഥാനുമായി ഇൻഫോർമൽ ആയിട്ട്, സീക്രട്ട് ആയിട്ട്, ഡിസ്ക്രീറ്റ് ആയിട്ട് ബാക്ക് ചാനൽ കോണ്ടാക്ട്സ് ഉണ്ടാക്കണം. അതിലൂടെ എന്തെങ്കിലും ചർച്ചകൾ നടത്തണം. നേരത്തെ നമ്മൾ അമേരിക്കയുടെ മധ്യസ്ഥതയെക്കുറിച്ച് ചർച്ച ചെയ്തതുപോലെ ഇന്ത്യൻ ഗവൺമെന്റ് ഔദ്യോഗിക പൊസിഷൻ പാകിസ്ഥാനുമായി യാതൊരു വിധത്തിൽ ചർച്ചകൾ നടത്തില്ല എന്നുള്ളതാണ്. പ്രധാനമന്ത്രി മോദിയും അതാണ് എടുത്തു പറഞ്ഞത്. എന്നാൽ നമുക്കറിയാം, ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങളുടെ ചരിത്രത്തിൽ പല ഘട്ടത്തിൽ, അത് പ്രൈം മിനിസ്റ്റർ വാജ്പേയിയുടെ സമയത്തായിരുന്നാലും പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സമയത്തായിരുന്നാലും, അനൗദ്യോഗിക ബാക്ക് ചാനൽ ചർച്ചകളിലൂടെ ഒരുപാട് മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച UAEയുടെ മധ്യസ്ഥതയിലൂടെ ഉണ്ടായ ആ സീസ് ഫയറും ഇതുപോലെ അനൗദ്യോഗിക ബാക്ക് ചാനൽ ടോക്സിലൂടെയാണ് മുന്നോട്ട് പോയത്. ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂറും ഇന്ത്യയുടെ പാകിസ്ഥാനിലെ ആക്രമണങ്ങളും എല്ലാം കണ്ട ശേഷം പാകിസ്ഥാനുള്ളിൽ എന്തെങ്കിലും ഒരു മനസ്സ് മാറ്റമുണ്ടോ, പാകിസ്ഥാൻ ടെററിസത്തിനെതിരെ പ്രവർത്തനങ്ങൾ നടത്താൻ തയ്യാറാണോ, അവിടെ എന്തെങ്കിലും അവശേഷിക്കുന്ന ക്യാമ്പ്സോ വ്യക്തികളോ ഉണ്ടെങ്കിൽ അവർക്കെതിരെ നടപടികൾ എടുക്കാൻ തയ്യാറാണോ എന്നുള്ളതെല്ലാം നമുക്ക് ഒരു അനൗദ്യോഗിക ബാക്ക് ചാനൽ ടോക്സിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതിനു വേണ്ടി നമ്മൾ വഴിയൊരുക്കണം എന്നതാണ് എൻ്റെ വിശ്വാസം. മൂന്നാമത്, ഈ ഇൻഡസ് വാട്ടേഴ്സ് ട്രീറ്റി ചൊല്ലിയായിരിക്കും ഇനി വരുന്ന ദിവസങ്ങളിൽ പാകിസ്ഥാൻ ഒരു ആഗോള അടിസ്ഥാനത്തിൽ ഒരു ഡിപ്ലോമാറ്റിക് വാറും ഒരു ലീഗൽ വാറും തുടങ്ങുന്നത്. അതിനെ നേരിടാനായിട്ട് ഇന്ത്യ തയ്യാറാകണം. അതിനോടൊപ്പം ഇന്ത്യക്കുള്ളിൽ എന്ത് നടപടികൾ എടുക്കുന്നു എന്നതിനെ കുറിച്ചൊരു തീരുമാനം ഉണ്ടാകണം. റൈറ്റ്. വളരെയധികം നന്ദി ശ്രീ വേണു രാജാമണി. വളരെ ശക്തവും സൂക്ഷ്മവും ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളാണ്. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. മുന്നോട്ട് പോകുമ്പോൾ നമ്മളുടെ രാജ്യം ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, ഉയരുന്ന തെറ്റായ ചില പ്രവണതകൾക്കെതിരായിട്ടുള്ള ജാഗ്രത എങ്ങനെ ഉണ്ടാകണം എന്നതെല്ലാം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ വളരെയധികം ഉണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം. താങ്ക് യു ശ്രീ വേണു രാജാമണി.